കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ പല ഫ്ലൈറ്റുകളും തടസ്സപ്പെടുന്നതിൻ്റെ കാര്യം ഞങ്ങൾ പറയുന്നതാണ്. ഇന്ന് ജൂലൈ 21 ഈ ചൊവ്വാഴ്ചയും അത് ആവർത്തിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നുമുള്ള പല കുവൈറ്റ് ഫ്ലൈറ്റുകളും ബഹ്റിൻ ഫ്ലൈറ്റുകളും ക്യാൻസലാക്കപ്പെടുകയും പലതും ഡിലേ ആകുന്നതും വാർത്തകളിൽ വരുന്നു. ഷാർജയിൽ നിന്ന് എയർ അറേബ്യയുടെ ചില ഖത്തർ ഫ്ലൈറ്റുകളും അങ്ങനെ ഡിലേ ആയതും ക്യാൻസലായതുമായ വാർത്തകളും വരികയാണ്. അതിന് കാരണം കുറേ ദിവസങ്ങളായി തുടരുന്ന ഇറാൻ്റെ ഭാഗത്തു നിന്ന് കുവൈറ്റിലേക്കും ബഹ്റിനിലേക്കും ജോർദാനിലേക്കുമുള്ള ശക്തമായ ആക്രമണങ്ങൾ, അതിനെ പ്രതിരോധിക്കുന്നത്, അതിൻ്റെ നാശനഷ്ടങ്ങൾ, ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളും തടസ്സപ്പെടുകയാണ്. ബഹ്റിനിൽ സൈറൻ മുഴങ്ങുന്നു എന്ന വാർത്ത തന്നെയാണ് ഇന്നും എത്തിയിരിക്കുന്നത്. ആളുകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സൈറൻ മുഴങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ അഭയം കണ്ടെത്തി പോകണം എന്ന് അധികൃതർ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കുവൈറ്റ് ഗവൺമെൻറ് വൃത്തങ്ങൾ തന്നെ പറയുന്നത് തങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന നഷ്ടങ്ങൾ പവർ പ്ലാന്റുകൾ, വാട്ടർ പ്ലാന്റുകൾ, നിർണായകമായിട്ടുള്ള പല സ്ഥലങ്ങളും, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത് എന്നാണ്. കനത്ത നഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് കുവൈറ്റിൽ. ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാഗത്ത് 2 ടാങ്കറുകൾക്ക് മേൽ ആക്രമണമുണ്ടായെന്നും തീപിടുത്തമുണ്ടായെന്നും പുതിയ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുകയാണ്. സമാധാന കരാർ ഒപ്പിട്ടതുണ്ടെന്ന് ഒരു കാര്യവുമില്ല എന്നാണ് ഇപ്പോൾ ലോകത്തിന് ബോധ്യമായിരിക്കുന്നത്. മധ്യസ്ഥരായി നിന്ന പാകിസ്ഥാൻ ഇറാൻ്റെ ആഭ്യന്തരമന്ത്രിയുമായി സംസാരിച്ചിട്ട് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 2 കൂട്ടരും സംയമനം പാലിച്ചില്ലെങ്കിൽ ലോകത്ത് സമാധാനമേ ഉണ്ടാകില്ല എന്നാണ്. അതുകൊണ്ട് സംയമനം പാലിക്കാനുള്ള അഭ്യർത്ഥന അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഇറാനകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചില മാധ്യമങ്ങളൊക്കെ പല റിപ്പോർട്ടുകളും പുറത്തുവിടുമ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് പെസസ്ക്യാൻ പറയുന്നത് ഓരോ ദിവസം കഴിയുന്തോറും ഓരോ സമയം കടന്നു പോകുമ്പോഴും ഇറാൻ്റെ പരമോന്നത മേധാവി മൊജ്തബ ഖാമിനിയുമായിട്ടുള്ള സമ്പർക്കം ഗവൺമെൻറ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇപ്പോൾ പ്രസിഡന്റ് എന്ന രൂപത്തിൽ കൂടുതലായിട്ട് മൊജ്തബയുമായിട്ടുള്ള ആശയവിനിമയവും മറ്റ് ഇൻ്ററാക്ഷനെല്ലാം കൂടിക്കൂടി വരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. കൂട്ടത്തിൽ ആശ്വാസകരമായ മറ്റൊരു കാര്യം കൂടി നമ്മളൊന്ന് ചേർത്ത് വായിക്കണം. ഇന്ത്യയും UAEയും തമ്മിലുള്ള വ്യാപാര ബന്ധം, പ്രത്യേകിച്ച് ഭക്ഷണ കാര്യത്തിൽ, കാർഷിക കാര്യത്തിൽ, ഈ 2 വിഷയങ്ങളുടെയും കാര്യത്തിൽ ഇന്ത്യ UAE സൗഹൃദവും പരസ്പര ബന്ധവും വ്യാപാരവും അതിശക്തമായ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ തെളിവ് UAEയുടെ ഫുഡ് ക്ലസ്റ്റർ എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഒരു ആശയം ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റുമായി ചേർന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരസ്പര വിനിമയം, പരസ്പര സഹകരണം, ഉഭയകക്ഷി ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുക വഴി ഫുഡിൻ്റെയും അഗ്രികൾച്ചറിൻ്റെയും കാര്യത്തിൽ UAEയും ഇന്ത്യയും തമ്മിൽ ഇനി ശക്തമാക്കി കൊണ്ടുപോകേണ്ട ബന്ധത്തിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ വലിയൊരു ഉച്ചകോടി പോലെ ആന്ധ്രയിൽ നടന്നത്, അതിൽ UAE എന്നുള്ള സംഘം പങ്കെടുത്തത്, UAE എന്നുള്ള മിനിസ്ട്രി ഓഫ് എക്കണോമി ആൻഡ് ടൂറിസം മന്ത്രിയായ ഹിസ് എക്സലൻസി അബ്ദുള്ള ബിൻ തുക്ക് അൽ മർറി UAEയുടെ ഒരു ഡെലിഗേഷൻ നയിച്ചുകൊണ്ട് ആന്ധ്രാപ്രദേശിലെത്തിയത്, അവിടെ നിന്ന് ചന്ദ്രബാബു നായിഡു അടക്കമുള്ളവർ പങ്കെടുത്തത്, എങ്ങനെയാണ് ആന്ധ്രാപ്രദേശും UAEയും തമ്മിൽ ഫുഡിൻ്റെയും കാർഷിക കാര്യങ്ങളുടെയും കാര്യത്തിൽ സഹകരിച്ച് ഇനിയുള്ള കാലം മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഉച്ചകോടി നടന്നത്, ഇതൊക്കെ വളരെ വലിയ ആശ്വാസമായി മാറുന്നു. മാത്രമല്ല ഒത്തിരി ഇന്ത്യൻ കമ്പനികൾക്ക് UAEയിൽ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായി വരികയാണ്. ഇന്ത്യൻ കമ്പനികൾ കൂടുതലായിട്ട് ഫുഡിൻ്റെയും കാർഷിക കാര്യങ്ങളുടെയും വിഷയത്തിൽ UAEയിലേക്ക് വരുന്നു, UAEയുമായിട്ടുള്ള സമ്പർക്കം ആന്ധ്ര വർദ്ധിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കച്ചവടത്തിൻ്റെ അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ, ജീവിതം, ഇതിലൊക്കെ വലിയ മാറ്റം കൊണ്ടുവരാവുന്ന പോസിറ്റീവ് ഘടകങ്ങളായി മാറുകയാണ്. അങ്ങനെയുള്ള വാതിലുകൾ UAEക്കും ഇന്ത്യക്കും ഇടയിൽ തുറന്നു കിടക്കുന്നു എന്നതുകൂടി ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലും നമ്മൾ മനസ്സിലാക്കി ആത്മവിശ്വാസം ശക്തമാക്കി മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നതിൻ്റെ ചുരുക്കം. Night updates supported by ELL Properties, Explore Education, Impulse Warehouse, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Asina's Ayurvedic Clinic, Ayn Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.